ശരിയാണ്, ജീവിതം മനുഷ്യത്വം നിറഞ്ഞതാണ്. ഇന്ന് ഈ നിമിഷം എൻ്റെയും നിങ്ങളുടെയും കൈക്കുമ്പിളിൽ ഒതുങ്ങുമെങ്കിലും നാളെയോ അടുത്ത നിമിഷമോ കാലം നമുക്കായി ഒരുക്കി വയ്ക്കുന്നത് എന്താണെന്ന് ഒരിക്കലും ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ ഉത്തരമില്ലാത്ത പല ചോദ്യങ്ങൾക്ക് നടുവിലും ജീവിതം വിളിക്കാതെ കൊണ്ടുവരുന്ന വേദനകളും ഇടയ്ക്കെങ്കിലും മുഖം കാണിക്കുന്ന കൊച്ചു സന്തോഷങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇരുട്ട് മാറി കൂരിരുട്ട് വന്നാലും കാലമൊരുക്കി വെച്ചിരിക്കുന്ന ക്യാൻവസിൽ നമ്മുടെയൊക്കെ ജീവിതം എങ്ങനെ വരയ്ക്കണമെന്നുള്ള പൂർണ്ണാധികാരം എനിക്കും നിങ്ങൾക്കും തന്നെയാണുള്ളത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ. 1. ഈ നിമിഷത്തിൻ്റെ മൂല്യം. ശക്തമായൊരു കൊടുങ്കാറ്റിൽ കുടുങ്ങിയ ഒരു കൊച്ചു കപ്പലിലെ നാവികനാണ് നിങ്ങളെന്ന് സ്വയം സങ്കല്പിക്കുക. ഒരു വ്യാളിയെപ്പോലെ അലറി വിളിക്കുന്ന തിരമാലകൾക്ക് നടുവിൽ നിങ്ങൾ ദുർബലനായിരുന്നേക്കാം. കാരണം ആർത്തിരമ്പുന്ന കൊടുങ്കാറ്റിനെ നിയന്ത്രിക്കാൻ കേവലം മനുഷ്യനായി നിങ്ങൾക്ക് കഴിയില്ല. പക്ഷേ അതിനർത്ഥം നിങ്ങൾ തോറ്റെന്നാണോ? അല്ല. നിയന്ത്രിക്കാൻ കഴിയാത്ത കൊടുങ്കാറ്റിനപ്പുറം തലയെടുപ്പോടെ മുങ്ങിത്താഴാൻ തയ്യാറാകാത്ത ആ കപ്പലിലെ കപ്പിത്താൻ താൻ ആയിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് ആ കപ്പലിൻ്റെ ദിശയാണ്. സുരക്ഷിതമായി നിങ്ങളെ തീരത്തടുപ്പിക്കാൻ ആ കപ്പലിന് കഴിയുമെന്നും കാരണം അതിൻ്റെ കപ്പിത്താൻ നിങ്ങളാണെന്നുമുള്ള ഉറച്ച ബോധ്യമാണ് വേദനകളിലും പരാജയങ്ങളിലും ജീവിതത്തിൽ നമുക്ക് കൂട്ടായി വേണ്ടത്. സ്റ്റോയിക് ഫിലോസഫർ എപ്പിക്റ്റസ് ഒരിക്കൽ പറഞ്ഞതുപോലെ, "It is not what happens to you, but how you react to it that matters." ജീവിതത്തിൽ പരാജയങ്ങളും വേദനകളും റിജക്ഷൻസും ഒക്കെ ഒരു കൊടുങ്കാറ്റ് പോലെ സമാധാനമില്ലാതാക്കാൻ തുനിഞ്ഞിറങ്ങുമ്പോൾ അവ പഠിപ്പിക്കുന്ന പാഠം എന്താണെന്ന് ഗ്രഹിച്ച് നമ്മുടെ പ്രതികരണങ്ങളെ നിയന്ത്രിച്ചാൽ ജീവിതമാകുന്ന കപ്പലിനെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ നമ്മളിലെ കപ്പിത്താന് കഴിയും എന്ന് തിരിച്ചറിയുക. 2. നമ്മുടെ കാഴ്ചപ്പാടുകൾ. ഒരു കർഷകനെക്കുറിച്ചും അയാളുടെ കുതിരയെക്കുറിച്ചുമുള്ള ഒരു പഴയൊരു കഥയുണ്ട്. ഒരിക്കൽ ആ കർഷകന്റെ കുതിര ഒരു രാത്രിയിൽ ആരും അറിയാതെ അങ്ങോട്ട് രക്ഷപ്പെട്ടു. ഇതറിഞ്ഞ അയൽവക്കത്തെ മറ്റൊരു വ്യക്തി നമ്മുടെ കർഷകനോട് പറഞ്ഞു, "എന്തൊരു ദൗർഭാഗ്യം." പക്ഷേ കർഷകൻ വളരെ സൗമ്യമായി മറുപടി പറഞ്ഞു, "ചിലപ്പോൾ അങ്ങനെയായിരിക്കുമെന്ന്." കുറച്ച് ദിവസങ്ങൾക്കപ്പുറം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ഓടി രക്ഷപ്പെട്ട കുതിര മറ്റ് പുതിയ 2 കുതിരകളുമായി തിരികെ നമ്മുടെ കർഷകന്റെ അടുത്തെത്തി. ഇതറിഞ്ഞ അയൽവക്കത്തെ വ്യക്തി കർഷകനോട് പറഞ്ഞു, "ഇത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയെന്ന്." ഇതിന് മറുപടിയായി കാര്യമായ ഭാവവ്യത്യാസമൊന്നുമില്ലാതെ കർഷകൻ വീണ്ടും പറഞ്ഞു, "ചിലപ്പോൾ ആയിരിക്കുമെന്ന്." കുറച്ചു ദിനങ്ങൾ വീണ്ടും കഴിഞ്ഞു. അപ്രതീക്ഷിതമായി പുതിയതായി വന്ന അധികം മെരുങ്ങാത്തൊരു കുതിരയുടെ ചവിട്ടേറ്റ് കർഷകന്റെ മകന്റെ കാലൊടിഞ്ഞു. ഈ മകനാകട്ടെ കർഷകന്റെ ഏകപുത്രനും. ഇതറിഞ്ഞ അയൽവക്കത്തെ വ്യക്തി വീണ്ടും എത്തി. കർഷകനെ ആശ്വസിപ്പിക്കാനായി അദ്ദേഹം പറഞ്ഞു, "വളരെ കഷ്ടമായി പോയെന്ന്." കർഷകൻ വീണ്ടും വികാരനിർഭരനായി പറഞ്ഞു, "ചിലപ്പോൾ ആയിരിക്കുമെന്ന്." അധികം വൈകാതെ കർഷകൻ താമസിച്ചിരുന്ന രാജ്യത്തിൽ ഒരു യുദ്ധം ആരംഭിച്ചു. അംഗവൈകല്യങ്ങളോ പരിമിതികളോ ഇല്ലാത്ത സകല ചെറുപ്പക്കാരും യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന് രാജാവ് ആജ്ഞാപിച്ചു. ഭാഗ്യമെന്ന് പറയട്ടെ, കാലൊടിഞ്ഞ കർഷകന്റെ മകന് യുദ്ധത്തിൽ ഭാഗമാകേണ്ടി വന്നില്ല. ഭാഗ്യവും നിർഭാഗ്യവും ഇന്ന് ഈ നിമിഷമല്ല നിർണയിക്കുന്നതെന്നും ഇന്ന് തിരിച്ചറിയാനും ഗ്രഹിക്കാനും കഴിയാത്ത നാളെയെ വിധിക്കാൻ തുനിയരുതെന്നും ഓർമ്മിപ്പിക്കുന്ന ഒരു മനോഹരമായ കഥയാണിത്. നിർഭാഗ്യവും പരാജയവും വേദനകളുമൊക്കെ ഇന്ന് വിളിക്കാത്തൊരു അതിഥിയായി നിങ്ങളെ തേടി വന്നാലും നാളെ അവ നിങ്ങളെ ശക്തരാക്കുമെന്ന വിശ്വാസം, എന്ന ഉറച്ച ബോധ്യം. മാർക്കസ് ഔറലസ് എന്ന സ്റ്റോയിക് തത്വചിന്തകൻ ഒരിക്കൽ പറഞ്ഞതുപോലെ, "You have power over your mind, not outside events. Realize this and you will find strength." 3. The philosophy of action. ഗ്രേറ്റ് റോമൻ ഫിലോസഫറായിരുന്ന സെനേക്ക ഒരിക്കൽ ഭാഗ്യത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇവയാണ്: "Luck is what happens when preparation meet opportunity." എത്ര സത്യമാണ് ഈ വാക്കുകൾ! ഭാഗ്യമെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്നത് പലരുടെയും അധ്വാനത്തിൻ്റെ പ്രതിഫലമാണ്. ഒരാൾ ഒഴുക്കിയ വിയർപ്പ് തുള്ളികൾ അർഹിച്ച സുവർണാവസരങ്ങളെ കണ്ടുമുട്ടുമ്പോൾ കാലം ഉത്തരമായി നൽകുന്ന സന്തോഷത്തെ ഭാഗ്യമെന്ന് പറഞ്ഞ് പുച്ഛിക്കരുത്. പക്ഷേ എന്നാണ് ഈ സുവർണാവസരം എന്നെയും നിങ്ങളെയും ഒക്കെ തേടി വരിക? അത് നാളെയാണോ? അതോ വർഷങ്ങൾക്കപ്പുറമാണോ? അല്ല, ഇന്ന് ഈ നിമിഷമാണ്. There is no perfect time, my friend. There is only now. കുറച്ച് വലുപ്പമുള്ള ഒരു വലിയൊരു മാർബിൾ കട്ടയെക്കുറിച്ച് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്ക്. കൽപ്പണിയോ ശില്പങ്ങളോ ഉണ്ടാക്കാൻ അറിയാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ മാർബിളിൻ്റെ കട്ട
വെറും ഒരു കല്ല് മാത്രമാണ്. പക്ഷേ ഒരു ശില്പിയെ സംബന്ധിച്ചിടത്തോളം ദ മാർബിൾ ഹോൾസ് എ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ. ആ ശില്പിയുടെ അളന്നുകൂട്ടിയുള്ള ഓരോ നീക്കത്തിലും മുൻപൊന്നും ആരും കാണാത്ത ഒരു മാസ്റ്റർ പീസിന് ജീവൻ തുടിക്കും. നമ്മുടെ ജീവിതവും ഒരു മാർബിൾ കട്ട പോലെ തന്നെയാണ്. എവറി ആക്ഷൻ യു ടേക്ക് ഇസ് എ സ്ട്രൈക്ക് ഓഫ് ദ ചിസൽ. സോ നിങ്ങൾ കാർവ് ചെയ്യുന്നത് എന്താണ്? ഇസ് ഇറ്റ് എ മോണമെന്റ് ഓഫ് പർപ്പസ് ഓർ എ സ്റ്റാച്യു ഓഫ് റിഗ്രറ്റ്? 4. ലക്ഷ്യബോധം. ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ നിങ്ങൾ എത്തിച്ചേർന്നു എന്ന് കരുതുക. അവസാന ശ്വാസം വലിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ജീവിതം അതിൻ്റെ പരിപൂർണതയിൽ ആസ്വദിച്ച് ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞോ എന്ന് മാത്രമായിരിക്കും. അല്ലാതെ ജീവിതത്തിൽ വിജയിച്ചുവെന്നോ തോൽവികളെ മറികടക്കാൻ കഴിഞ്ഞോ എന്നുമൊന്നുമല്ല. ജീവിതം ജീവിക്കാൻ കഴിഞ്ഞോ എന്നു മാത്രം. ഒരു ഹോളോകോസ്റ്റ് സർവൈവറും സൈക്കാട്രിസ്റ്റുമായ വിക്ടർ ഫ്രാങ്കിൾ മെൻ സെർച്ച് ഫോർ മീനിങ് എന്ന തരപുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്ന ഒരു വാചകമുണ്ട്. When we are no longer able to change a situation, we are challenged to change ourselves എന്ന്. എന്തൊക്കെ ചെയ്തിട്ടും രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ ഇന്ന് കഴിയുന്നില്ലെങ്കിൽ, എത്ര പരിശ്രമിച്ചിട്ടും വേദനകൾ ഉണ്ടാക്കിയ മുറിവുകൾ ഉണങ്ങുന്നില്ലെങ്കിൽ, എത്ര വിയർപ്പൊഴുക്കിയിട്ടും സ്വപ്നങ്ങൾ നേടാൻ കഴിയുന്നില്ലെങ്കിൽ, വിക്ടർ ഫ്രാങ്കിൾ പറഞ്ഞതുപോലെ ജീവിത യാഥാർത്ഥ്യങ്ങൾ മാറ്റാൻ പലതും ചെയ്തു കൂട്ടുന്നതിന് പകരം സ്വയം മാറാനും വളരാനും നമുക്ക് കഴിയണം. ഒരു ദീപം കൊളുത്തി ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കി, ഞാൻ വളരുമ്പോൾ എൻ്റെ ജീവിതവും ജീവിത സാഹചര്യങ്ങളും വളരുമെന്നും ആ വളർച്ചയിലാണ് ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും ഉണ്ടാവുക എന്നും സ്വയം തിരിച്ചറിയണം. ജീവിതം ഒരു പുഴ പോലെയാണെന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ കഴിയില്ല. മലയും കാടും പാറക്കെട്ടുകളും മറികടന്നൊഴുകുന്ന പുഴയുടെ സ്രോതസ് നിലയ്ക്കാത്തിടത്തോളം കാലം അതൊഴുകും. ആ പുഴയെ പരിപൂർണമായി തടയുക എന്നത് മനുഷ്യ സഹജമല്ല. പക്ഷേ ആ പുഴയുടെ ദിശ നിർണ്ണയിക്കാൻ അതിനാകും. ജീവിതമാകുന്ന പുഴ എവിടെ ഒഴുകണമെന്നും എങ്ങനെ ഒഴുകണമെന്നുമുള്ള അധികാരവും ശക്തിയും എനിക്കും നിങ്ങൾക്കുമുണ്ട്. No man ever steps into the same river twice, for it's not the same river and he's not the same man. ഹെറാക്ലിറ്റസ് പണ്ടൊരിക്കൽ പറഞ്ഞ വാക്കുകളാണിത്. കാലചക്രം തിരിയുകയാണ്. ഓരോ നിമിഷവും കടന്നു പോകുമ്പോൾ മാറുകയാണ് ഞാനും നിങ്ങളും. ആ മാറ്റം അത് തടയാൻ ആർക്കുമാകില്ല. പക്ഷേ മുൻപ് പറഞ്ഞതുപോലെ എന്തായി മാറണമെന്നും എങ്ങനെ മാറണമെന്നും നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് കൈവിട്ടുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് കുറ്റബോധത്തിലേറി ജീവിക്കാതിരിക്കുക. ഉള്ളു തുറന്ന് ആത്മാർത്ഥമായി പ്രണയിക്കുക. ഇന്ന് ഈ നിമിഷത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ് ചങ്കുറപ്പോടെ തലയുയർത്തിപ്പിടിച്ച് മുൻപോട്ട് തന്നെ പോവുക. മനുഷ്യനാണ്, തെറ്റുപറ്റും, കാലിടറും, ഒരിക്കൽ മരിക്കും. പക്ഷേ അതിൻ്റെ പേരിൽ ജീവിക്കാൻ മറക്കരുത്. ഡയലൻ തോമസ് എന്ന പ്രശസ്ത കവി ഒരിക്കൽ പറഞ്ഞതുപോലെ, ഡു നോട്ട് ഗോ ജെന്റിൽ ഇൻ ടു ദ ഗുഡ് നൈറ്റ്, റേജ് against the dying of light.